ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് -310 ആൻഡ് 6 - 8 ഈസ് ഡിവൈഡഡ് ബൈ -1 6. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊന്ന് റഫായിട്ട് വരയ്ക്കാം. ഇത് റഫ് പിക്ചറാണ്. എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -310 ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 - 8 ആണ്. ഇതിനിടയ്ക്ക് എവിടെയോ ആയിട്ട് -1,6 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? പി എന്ന് പറഞ്ഞ പോയിന്റ് -1,6 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് ആ റേഷ്യോ ആണ് വേണ്ടത്. ക്ലിയർ ആയല്ലോ? ഈ റേഷ്യോ m:n എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി? അപ്പോൾ ഇൻ വാട്ട് റേഷ്യോ -1 6 ഡിവൈഡ് ദ ലൈൻ സെഗ്മെൻറ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. m:n ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആ റേഷ്യോ m:n ആണെന്ന് അസ്യൂം ചെയ്യുക. സെക്ഷൻ ഫോർമുല ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇവിടുന്ന് ഇങ്ങനൊരു ആര വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങനൊരു ആര വരയ്ക്കുക. സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് -1,6 കിട്ടും. -1,6 ബൈ സെക്ഷൻ ഫോർമുല, ആരോയിൻ്റെ ഡയറക്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ m×6 6m പ്ലസ് ഇവിടെ n×-3 എക്സ് കോർഡിനേറ്റിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ n×-3 -3n താഴെ m+n ആണ്. കോമ ഇതേപോലെ y കോർഡിനേറ്റിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ m×-8 -8m പ്ലസ് n×10 10n ഡിവൈഡഡ് ബൈ m+n. ഇങ്ങനെ വരും. m:n ആണ് വേണ്ടത് അല്ലേ? ലെഫ്റ്റും റൈറ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. -1ൻ്റെ സ്ഥാനത്ത് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത് ഈ എക്സ്പ്രഷനാണ്. നമുക്ക് ആ എക്സ്പ്രഷൻ, അതായത് 6m -3n ഡിവൈഡഡ് ബൈ m+n, ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൽ -1 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് m:n ആണ് വേണ്ടത്. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് m:n കിട്ടും. അതുകൊണ്ട് 6 = എന്നും പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് എലമെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഈ എക്സ്പ്രഷൻ്റെ സ്ഥാനത്ത് -1 ആണ്. രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ 6m -3n = -1 × m+n. -1 × m -m ആണ്. പിന്നെ -1 × n -n ആണ്. ശരിയല്ലേ? -m ലെഫ്റ്റിലോട്ട് എടുത്താലോ? അപ്പോൾ 6m + m ആവും. ഇവിടുത്തെ -3n റൈറ്റ് സൈഡിലോട്ട് പോയാലോ? 3n ആവും. 3n -n. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 6m + m എന്ന് പറഞ്ഞാൽ 7m, റൈറ്റ് സൈഡിൽ 3n - n എന്ന് പറഞ്ഞാൽ 2n. n ലെഫ്റ്റിലോട്ട് പോരട്ടെ, m/n ആയി മാറും അല്ല? ഈ n ലെഫ്റ്റിലോട്ട് വരുമ്പോൾ m/n, 7 റൈറ്റിലോട്ട് പോകണം, 2/7 കിട്ടും. ശരിയല്ലേ? നോക്കിയേ, m/n = 2/7. അതായത് m/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m:n അല്ലേ അതിൻ്റെ അർത്ഥം? m:n എന്ന് പറഞ്ഞാൽ 2:7. ഇതാണ് റേഷ്യോ.